ഞാനും എൻ്റെ കൂട്ടുകാരിൽ ഏറ്റവും കൂടെ ഒരു ലോങ് ഡ്രൈവ് പോവുകയാണ്. നമ്മൾ വെട്ടുകാട് പള്ളിയിലാണ് പോണത്. എൻ്റെ കാറിലുള്ള എൽബോർഡൊക്കെ ഞാൻ എടുത്ത് ഇളക്കി കളഞ്ഞു. അതിപ്പോൾ ഒരു മണ്ടത്തരമായോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. എന്നാലും നമുക്ക് കയ്യിലെ ധൈര്യമൊക്കെ വെച്ചൊരു സൈഡിൽ കൂടെ അങ്ങ് പോവാം. എൽബോർഡ് എടുത്ത് കളഞ്ഞിട്ടുള്ള ആദ്യത്തെ ദൂരയാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇതിവിടെ സമർപ്പിക്കുന്നു. ദൂരയാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമൊന്നുമില്ല, കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ, അത്രേ ഉള്ളൂ. ഒരു കോടിയുടെ വണ്ടി ഇടിക്കാതിരുന്നായിരുന്നു. എൽബോർഡ് എടുത്ത് കളഞ്ഞു. എൽബോർഡ് ഉണ്ടെങ്കിലും പൈസ കൊടുക്കണം. പള്ളിയിലെത്തി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ കാർ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പള്ളിയിലോട്ട് നടന്നു. ഇവിടെ പെട്ടെന്ന് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നുമല്ല, കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇവിടെ വരെ. ഇത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കടലിന് അഭിമുഖമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാര്യത്തിലേക്ക് വരാം. ഞാനും എൻ്റെ ഫ്രണ്ട് സുലഭിയും കൂടെ ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഒരാഗ്രഹം നടക്കാൻ. അത് ഏകദേശം നടന്ന മട്ടാണ്. ആഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, ആഗ്രഹം നടന്നതിന് ശേഷം നന്ദി കൂടെ പറയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പള്ളിക്കുള്ളിലുള്ള വിഷ്വലൊന്നും എടുത്തിട്ടില്ല. ഈ വ്ളോഗിൽ അടുത്തതായിട്ട് വരണം അഖില ചേച്ചി. അപ്പൊ അഖില ചേച്ചിനെയും കണ്ട് നമ്മൾ കുറച്ചു നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയി. കോവലിന്റെ വള്ളിയും കോവലൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് സാധനം ഇറക്കുമതി ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സാധനം കുറച്ച് കയറ്റുമതി ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചു വരണ വഴിക്ക് വിശന്നപ്പോൾ ഹോട്ടലിൽ കയറി. എന്നിട്ട് ഹോട്ടലിൻ്റെ അവിടെ പാർക്കിങ്ങിൽ ഇട്ടപ്പോൾ വണ്ടീൻ്റെ അവസ്ഥ ഇതാണ്. ഫുള്ള് ഫോഗ് കയറി. പാർക്കിങ്ങിൽ ഇട്ടപ്പോൾ മാത്രമല്ല, വണ്ടി ഓടിക്കുമ്പോഴേ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. എ സി ഇട്ട് നോക്കി, എ സിയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും പ്രത്യക്ഷമായ മാറ്റമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് ഒട്ടും കാണാത്ത അവസ്ഥയായി. അപ്പോൾ നോക്കാൻ തന്നെ പുറത്താണ് ഫോഗ്. അങ്ങനെ വൈപ്പർ ഇട്ടപ്പോൾ കുറച്ചൊക്കെ വിസിബിൾ ആയി. എന്നാലും ഓരോ 5 മിനിറ്റിലും വൈപ്പർ ഇടേണ്ട അവസ്ഥയായിരുന്നു. റോഡൊന്നും കാണാത്ത അവസ്ഥയായി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ChatGPT എടുത്ത് ഹെൽപ്പ് വെച്ച് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ മറുപടിയും വൈപ്പർ ഇട്ട് പോകുക എന്നുള്ളതായിരുന്നു. വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ടാണ് നൈറ്റ് ഇത്ര ലോങ് ഡ്രൈവ് പോണത്. നമ്മളുള്ള ചില്ലിൽ ഇങ്ങനെ ഫോഗ് കയറുന്നത് നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.